കാക്കനാട് സൈക്കിൾ ചവിട്ടുന്നതിനിടെ 28 താഴ്ചയിലേക്ക് വീണ് 12കാരി മരിച്ച സംഭവത്തിൽ നഗരസഭാ അധികൃതർക്കെതിരെ നടപടിയിലേക്ക്. അപകട സാധ്യതയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും സുരക്ഷാ നടപടി സ്വീകരിക്കാതിരുന്നത് ചുമതലകളിലെ വീഴ്ചയാണെന്നാണ് പരാതി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അപകടസ്ഥലം സന്ദർശിച്ചു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ജൂൺ 21-നാണ് കാക്കനാട് മാവേലിപുരത്ത് 12കാരി റിഹാന കാത്തറിൻ ആൻഡ്രൂസ് മരിച്ചത്. സൈക്കിൾ ചവിട്ടുന്നതിനിടെ റോഡരികിലെ സുരക്ഷാ ഭിത്തിയില്ലാത്ത ഭാഗത്തിലൂടെ 28 അടി താഴ്ചയിലേക്ക് വീണായിരുന്നു അപകടം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ചു. സുരക്ഷാ ഭിത്തിയില്ലാത്തതും അതീവ അപകടകരവുമായ ഈ പ്രദേശത്തെ സാഹചര്യം സംഘം വിലയിരുത്തി. സംഭവത്തിൽ തൃക്കാക്കര നഗരസഭയോടും പോലീസിനോടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് KV മനോജ് കുമാർ വ്യക്തമാക്കി. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അധികൃതർക്കുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് 12കാരിയുടെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് ബാലാവകാശ കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ. നഗരസഭയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് ജില്ലാ ശിശുക്ഷേമ സമിതിയും ആവശ്യപ്പെട്ടിരുന്നു. നഗരസഭാ ചെയർമാൻ, വാർഡ് കൗൺസിലർ, സെക്രട്ടറി ഇൻചാർജ് എന്നിവരെ പ്രതികളാക്കി ക്രിമിനൽ കേസെടുക്കണമെന്നാണ് ആവശ്യം. അപകട സാധ്യതയെക്കുറിച്ച് മുൻകൂട്ടി അറിവുണ്ടായിട്ടും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും സുരക്ഷാ നടപടി സ്വീകരിക്കാതിരുന്നത് ചുമതലകളിലെ വീഴ്ചയാണെന്നുമാണ് വിമർശനം. ജനം, കൊച്ചി.